ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നത് കിച്ചൺ പ്രൊഡക്റ്റുകളാണ്. 21ഓളം പ്രൊഡക്റ്റുകൾ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കാണുന്ന പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ എൻ്റെ മുൻപത്തെ വീഡിയോസിൽ കണ്ടിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ അതിലൊക്കെ കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒറ്റൊരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാത്തവർക്കൊക്കെ ഈ വീഡിയോസ് കണ്ടാൽ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എന്താ പറയുക, ഇതിൽ ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നത് കിച്ചൺ പ്രൊഡക്റ്റുകളാണ്. ഇതിൽ 21ഓളം പ്രൊഡക്റ്റുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ ഉള്ള റേറ്റ് അല്ല കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ വീഡിയോ ഇടുന്ന ടൈമിലുള്ള മീഷോയിലുള്ള പ്രൈസാണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു ടേബിൾ കവറാണ്. നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ടേബിൾ കവറാട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്തും വെടുത്തൊക്കെ വരുന്നത് 78 ഇഞ്ച് ഇൻറ്റു 54 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്തും വെടുത്തൊക്കെ വരുന്നത്. ഇത് നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവറാണ്. ഇതിൻ്റെ 4 ഭാഗത്തായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ലേസ് വരുന്നുണ്ട്. ഇത് നമ്മൾ ടേബിളിൽ വിരിച്ച ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 165 റുപ്പീസാണ്. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതൊക്കെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് എനിക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമല്ലോ. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാസ്ക്കറ്റ് സെറ്റാണ്. 4 പീസ് വരുന്നൊരു സെറ്റാട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ കോസ്മെറ്റിക്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബാസ്ക്കറ്റാണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന പീസ് നമുക്ക് സ്പൂൺ, അതുപോലെ മേക്കപ്പ് ബ്രഷ്, പെൻസിൽ, സ്കെച്ച് അങ്ങനത്തെ ഇട്ടൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റോറേജ് ബാസ്ക്കറ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 257 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് 3 ബൗൾ വരുന്നൊരു സെറ്റാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഇത് 3 സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് കറികളാക്കി വെക്കാനും, അതുപോലെ നമുക്ക് ചപ്പാത്തി, പത്തിരി അതൊക്കെ കുഴക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബൗളൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. നല്ല ക്രീമൊക്കെ ബീറ്റ് ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 272 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ലിങ്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളതും നേരത്തെ മേടിച്ച പോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാസ്ക്കറ്റ് സെറ്റാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. 6 പീസ് വരുന്ന ഒരു കോംബോ സെറ്റാട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതും നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും, അതുപോലെ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും മേക്കപ്പ് പ്രോഡക്ട്സ്, അതുപോലെ കുട്ടികളുടെ പെൻസിൽ, സ്കെച്ച്, കളറിംഗ് ബുക്ക് അങ്ങനത്തെ സ്റ്റോർ ചെയ്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 346 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നല്ലൊരു സ്റ്റീലിൻ്റെ കട്ട്ലറി ഹോൾഡറാണ്. ഒരു സ്റ്റാൻഡും കൂടി ആയിട്ടാണ് കേട്ടോ ഈ കട്ട്ലറി ഹോൾഡർ വരുന്നത്. പിന്നെ ഇതിൻ്റെ 2 ഹോൾഡർ 2 സൈസിലാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 290 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു 5 എണ്ണം വരുന്നൊരു സ്റ്റീലിൻ്റെ കണ്ടെയ്നർ സെറ്റാണ് വരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ലിഡാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ 5 എണ്ണം 5 സൈസിലാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിലും അതുപോലെ ചൂടുള്ളതൊക്കെ ആക്കി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കണ്ടെയ്നർ സെറ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 260 റുപ്പീസാണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് 4 ജാറ് വരുന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ജാർ സെറ്റാണ്. വിത്ത് ട്രേയും കൂടി അടങ്ങിയിട്ടാട്ടോ ഈ ജാർ സെറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ ജാറിന് ലിഡും അതുപോലെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിഡാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിൽ നമുക്ക് നട്ട്സ്, അതുപോലെ
മസാല പൗഡേഴ്സൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 167 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് 5 പീസ് വരുന്നൊരു പാത്രത്തിൻ്റെ സെറ്റാണ്. ഉരുളി മോഡൽ വരുന്നൊരു പാത്രം കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇത് നമുക്ക് ചൂടുള്ളതൊക്കെ ആക്കിയിട്ട് സെർവ് ചെയ്തിട്ട് ടേബിളിൽ വെക്കാനൊക്കെ പറ്റും. അതുപോലെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാനത് മേടിക്കുന്ന ടൈമിൽ ഇത് കുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനിതിപ്പോൾ കുക്ക് ചെയ്യാറൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനത് 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 471 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നല്ല മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സ്റ്റോറേജ് ബാസ്ക്കറ്റാണ്. വിത്ത് ലിഡും കൂടി അടങ്ങിയിട്ടാണ് ഈ സ്റ്റോറേജ് ബാസ്ക്കറ്റ് വരുന്നത്. ഇതിൽ 3 ബാസ്ക്കറ്റ് 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിനുള്ളിൽ നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ നമുക്ക് 2 സൈഡിലും പിടിക്കാനായിട്ട് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അറേഞ്ച് ചെയ്ത് വെക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലാണെന്നുണ്ടെങ്കിലും ബെഡ്റൂമിലൊക്കെയാണെന്നുണ്ടെങ്കിലും കൗണ്ടർ ടോപ്പിൽ നല്ല സ്പേസ് ഉണ്ടാകും. പിന്നെ നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കറി പൗഡേഴ്സൊക്കെ പാക്കറ്റുകളൊക്കെ പൊട്ടിച്ചതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് അടച്ചിട്ട് നമുക്കിതിനുള്ളിൽ വെക്കാം. അതുപോലെ നമുക്ക് മേക്കപ്പ് പ്രോഡക്റ്റ്സ്, അതുപോലെ സ്കൂളത്തെ കുട്ടികളുടെ സ്കെച്ച്, പെൻസിൽ, കളറിങ് ബുക്സുകളൊക്കെ നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 257 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള മീഷോ വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക. അത് പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു 6 പീസ് വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടീ കപ്സാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ ഓരോ ടീ കപ്സിനും 125 ml കപ്പാസിറ്റി വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 452 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് 6 പീസ് വരുന്നൊരു കിച്ചൺ ടവലിൻ്റെ സെറ്റാണ് കാണിക്കുന്നത്. 6 പീസും 6 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഞാൻ 3 പീസ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഞാൻ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ലെങ്ത്തും വെടുത്തും വരുന്നത് 12 × 18 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നല്ല ക്ലീനായി കിട്ടും. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 183 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തടുക്ക പാനാണ്. ഇതിൻ്റെ ഉള്ളിൽ അലുമിനിയമാണ് വരുന്നത്, പുറത്ത് സ്റ്റീലാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഹാൻഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. പിന്നെ ഇതിന് 250 ml കപ്പാസിറ്റി വരുന്നുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കറിയിലോട്ടോ ഉപ്പേരിയിലോട്ടോ നമ്മൾ വറുത്തെടുത്തിട്ട് ഒഴിക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ പാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ നമുക്ക് കൈയൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബ്ലാക്ക് കളറിലൊരു പിടുത്തം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 196 റുപ്പീസാണ്. ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത് 6 വരുന്നൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്. ഇതിൽ 4 വേറെ വേറെ മോഡലിലാണ് വരുന്നത്. 2 സെയിം ആയിട്ടുള്ള മോഡലാണ് വരുന്നത്. ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് കിച്ചണിൽ ജനലിൽ അവിടെ ഡെക്കോർ പീസായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് കിച്ചണിലും അതുപോലെ ഡൈനിങ് ഹാള് ബെഡ്റൂമിലൊക്കെ നമുക്ക് ഡെക്കോർ പീസായിട്ട് വെക്കാം. അതുപോലെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 141 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രെയിനറാണ്. 2 സൈഡിലും ഓരോ ഹാൻഡിൽ വരുന്ന സ്ട്രെയിനറാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇറച്ചി, മീൻ, അരിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ട്രെയിനർ മേടിച്ചിട്ടുള്ളത്. ഇതിന് 4 ഭാഗത്തായിട്ടും അതുപോലെ അടിഭാഗത്തായിട്ടും ചെറിയ ചെറിയ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗത്തായിട്ട് ഒരു സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 3000 ml ആണ്. ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ഞാൻ മീഷോയിൽ നോക്കിയപ്പോൾ കാണാനില്ല. ഇതിൻ്റെ ml കുറവുള്ള പ്രൊഡക്റ്റാണ് ഞാൻ കണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 186 റുപ്പീസാണ്.
അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് 12 പീസ് വരുന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ ജ്യൂസ് ഗ്ലാസ്സാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ജ്യൂസ് ഗ്ലാസ്സാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി, ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ ഇതിന് 300 ml ക്വാണ്ടിറ്റി വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 270 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് 2 പീസ് വരുന്നൊരു ഓയിൽ ഡിസ്പെൻസറാണ്. 1 ലിറ്ററിൻ്റെ ഓയിൽ ഡിസ്പെൻസറാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ലിഡ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റീലിൻ്റെ ചെറിയൊരു ഹോൾ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 181 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് 6 വരുന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ സെറ്റാണ്. നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ സെറ്റാണ് വരുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ സെറ്റാണ് വരുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 900 ml കപ്പാസിറ്റിയാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ളൊരു പ്രൊഡക്റ്റാണ്. പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇതിൽ നമുക്ക് മസാലപ്പൊടികൾ, ഷുഗർ, ടീ ഒക്കെ ആക്കി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റോറേജ് കണ്ടെയ്നർ സെറ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 390 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് പാത്രങ്ങൾ കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടി വെക്കുന്ന ഒരു അടിപൊളി സ്ട്രെയിനറാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ സ്പൂണൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന വേറൊരു സ്ട്രെയിനറും കൂടി വരുന്നുണ്ട്. അടിയിൽ ചെറിയൊരു ട്രേ വരുന്നുണ്ട്. അതിൽ കൂടെയാണ് വെള്ളം സ്ട്രെയിൻ ചെയ്തിട്ട് പോവുക. പിന്നെ നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്രൊഡക്റ്റാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റിയുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് പിന്നെ 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 390 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബാസ്ക്കറ്റ് ഓർഗനൈസറാണ്. ഇത് 3 റാക്കായിട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് കിട്ടുക. നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ബാക്കിയുള്ള പാർട്സൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുണ്ടാവും. ഇത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുക ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 369 റുപ്പീസാണ്. ഇപ്പം ഞാൻ കാണിക്കുന്ന പ്രൊഡക്റ്റ് ഇപ്പം മീഷോയിലില്ല. ഇതിൻ്റെ വേറൊരു കളറാണ് ഇപ്പം മീഷോയിലുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നർ സെറ്റാണ്. ഇത് 3 വരുന്ന ഒരു സെറ്റാണ് വരുന്നത്. ഒന്ന് 10 ലിറ്ററിൻ്റെ, ഒന്ന് 7 ലിറ്ററിൻ്റെ, 5 ലിറ്ററിൻ്റെ, അങ്ങനെ 3 സെറ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് അരിപ്പൊടി, മുളക് പൊടി, പച്ചരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റും കൂടി മേടിച്ചിട്ടുണ്ട്. ഇതേ സെയിം കളർ ഒരു സെറ്റും കൂടി മേടിച്ചിട്ടുണ്ട്. ഇത് 3 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 304 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു ഫ്ലോർ മാറ്റാണ്. ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലോർ മാറ്റാണ്. ഇത് ബാത്റൂമിൽ മാത്രമല്ല, നമുക്ക് കിച്ചണിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന അടിപൊളി ഫ്ലോർ മാറ്റാണ്. പിന്നെ ഇത് പല കളറിലായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ പല മോഡലിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ മാറ്റ് നന്നായിട്ട് വെള്ളം ഒബ്സർവ് ചെയ്യുന്ന ഒരു മാറ്റാണ്. അതുപോലെ സ്ലിപ്പ് ആവുമെന്നുള്ള പേടിയൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ളൊരു മാറ്റാണ്. ഇങ്ങനെ 2 മാറ്റിന് വരുന്ന റേറ്റ് 250 റുപ്പീസാണ്. അടുത്തതായി ഞാൻ മേടിച്ചിട്ടുള്ളത് 4 പീസ് വരുന്നൊരു ഡോർ മാറ്റാണ്. ഇത് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഇതിൽ 4 പീസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ളൊരു മെറ്റീരിയലാണ്. ഞാനിത് കിച്ചണിലും അതുപോലെ ഹാളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളൊരു മാറ്റാണ്. പിന്നെ ഇതിൻ്റെ വേറെ മോഡലും അതുപോലെ വേറെ കളറിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 301 റുപ്പീസാണ്. പിന്നെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.